അതിശയോക്തിയോട് മാത്രം നോക്കിക്കാണേണ്ട ഒരു വ്യക്തിയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കരം, ഇപ്പൊ യോഹന്നാൻ മാംദാനയെ കുറിച്ച് സുവിശേഷം പറയുന്നത് പോലെ ദൈവത്തിന്റെ കരം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒത്തിരിയേറെ സാമൂഹ്യ നന്മകൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. ദൈവവും മനുഷ്യരും ചേരുന്നിടത്താണ് ഒരു മനുഷ്യന് അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാൻ സാധിക്കുക. നമുക്കറിയാലോ, ജീവിതത്തിൽ പലരും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിനെ രണ്ട് തരത്തിലാണ് വിളിക്കുന്നത്. ദൈവം ഇപ്പം വേണ്ടെന്ന് പറയുന്ന മനുഷ്യരുണ്ട്. പണ്ട് ഞാൻ ഒരു കാലാങ്കി ഇടവകയിൽ വികാരത്തിലായിരുന്നപ്പോൾ ഒരു ചേട്ടനോട്, ഏകദേശം 40 വയസ്സുള്ള ഒരു ചേട്ടനോട് വാർഷിക ധ്യാനം കൂടേണ്ട കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, അത് സമയമായില്ലെന്ന് പറഞ്ഞു. വാർഷിക ധ്യാനം കൂടാൻ സമയമായില്ല എന്ന് പറഞ്ഞു. അത്ഭുതം പെടേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ ഞാനങ്ങ് നന്നായി കഴിഞ്ഞാൽ എനിക്കിപ്പോൾ പോക്കൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് ധ്യാനം കൂടാൻ സമയമായില്ല. ഒരു ദൈവം പിന്നെ എന്ന് പറയുന്നത് കുറേ മനുഷ്യരെ നമ്മൾ കണ്ടെത്തിയാണ്. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങളെ കുറിച്ച് തന്നെയാണ് ആലോചിക്കേണ്ടത്. ദൈവം പിന്നെ മതി എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ, അതോ ദൈവം മുന്നേ വേണം എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ? ദൈവം പിന്നെ മതി എന്ന് മുന്നേ വേണം എന്ന് ചിന്തിക്കുന്നവരാണ്. ദൈവത്തിന്റെ കരം നിങ്ങളോട് കൂടി ഉണ്ടാകുമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ക്രിസ്തുവിനെ കുറിച്ച് പറയപ്പെട്ടതുപോലെ ഇപ്പൊ ഞാൻ ആത്മാവിനാൽ അഭിഷിക്തനായി എന്നൊക്കെ പറയുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എപ്പോഴും ഉണ്ടായിട്ടില്ലെങ്കിലും ഏതെങ്കിലും സമയത്ത് ഉണ്ടാകാൻ വലിയൊരു ശക്തമായ ആഗ്രഹവും ജീവിതത്തിന്റെ ക്രമപ്പെടുത്തലും എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ഇത്തരത്തിൽ ദൈവത്തെ മുന്നേ നിർത്തി ജീവിക്കുമ്പോൾ നല്ല മാതൃകയുള്ള മക്കൾക്ക് നൽകാൻ, ഇളം തലമുറയ്ക്ക് നൽകാൻ, ഈ സമൂഹത്തിന് നൽകാൻ സാധിക്കും. നമുക്ക് കുറെ കൂടെ നന്മ പ്രവർത്തികൾ സാമൂഹ്യ സംഭാവനകളായിട്ട് നൽകാൻ പറ്റും. വിദ്യാഭ്യാസ മേഖലയിലെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവിടെ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ആദ്യപടികളൊക്കെ ചാവറയച്ചൻ കേരളത്തിൽ ആദ്യപടികൾക്ക് വിത്തുപാകി എന്നാണ് പറയുന്നത്. ഇന്നത്തെ സ്കൂളിലെ ഉച്ചക്കഞ്ഞി സിസ്റ്റമൊക്കെ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവന് പഠിക്കണം ചിന്തത്തിൽ ഭക്ഷണം കൊടുക്കാനും യൂണിഫോം കൊടുക്കാനും വസ്ത്രം കൊടുക്കാനൊക്കെ ചാവറയച്ചൻ അന്നേ കാലത്ത് മുന്നിലുണ്ടായത് പോലും ഈ പൊടിയരി പിരിവെന്നൊക്കെ പറയുന്ന ഈ ശുശ്രൂഷയുടെ ബാലപാഠങ്ങൾ ചാവറയച്ചൻ അന്ന് ആരംഭിച്ചതാണെന്ന് പറയുമ്പോൾ, ആദ്യത്തെ അച്ചടി പ്രസ് അദ്ദേഹം കണ്ടെത്തിയതാണെന്ന് പറയുമ്പോൾ, പള്ളിയോടൊപ്പം പള്ളിക്കൂടങ്ങളില്ലെങ്കിൽ പള്ളി വിലയ്ക്ക് കൽപ്പിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ചാവറയച്ചന്റെ ആശയങ്ങൾ ഉണ്ടായിരുന്നെന്ന്, ചാവറയച്ചന്റെ ആശയങ്ങൾ അങ്ങനെയായിരുന്നുവെന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ എത്രയേറെ സാമൂഹ്യ സംഭാവന. മാത്രമല്ല ഇന്ന് കേരളത്തിൽ ഇത്രമാത്രം സാക്ഷരതയിൽ മുൻപന്തി നിൽക്കുമ്പോൾ ഈ സാക്ഷരതയുടെ അടിസ്ഥാനപരമായിട്ടുള്ള പാഠങ്ങൾക്ക് വിത്തുവാകാനായിട്ട് അന്നേ കാലത്ത് വർഷങ്ങൾക്ക് മുന്നേ സാധിച്ചു എന്നുള്ളത് വളരെ പരമാർത്ഥമുള്ള കാര്യമാണ്. ഇത് ദൈവ ആളുകൾക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. ദൈവത്തിന്റെ കരമുള്ളവർക്ക് മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. പോപ്പുലാരിറ്റിയെ കുറിച്ച്